തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നവംബർ 5-നും അടുത്ത 7 ജില്ലകളിൽ നവംബർ 2-നുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വിജ്ഞാപനം ഈ മാസം 5-ന് പുറത്തിറങ്ങും. നവംബർ 7-നാണ് ഫലപ്രഖ്യാപനം നടക്കുക. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒക്ടോബർ 7-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. 15-ന് സൂക്ഷ്മ പരിശോധനയും 17-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയുമാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 2-ന് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലും നവംബർ 5-ന് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലും തിരഞ്ഞെടുപ്പ് നടക്കും. നവംബർ 7-നാണ് ഫലം പ്രഖ്യാപിക്കുക. 21,871 വാർഡുകളിലായി 35,000 പോളിംഗ് ബൂത്തുകളിൽ 2,50,00,000 ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 5 ലക്ഷം പുതിയ വോട്ടർമാരാണുള്ളത്. ഒക്ടോബർ 5 വരെ ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണിത്. എന്നാൽ വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഉണ്ടാവില്ല. നോട്ട ഈ തെരഞ്ഞെടുപ്പിൽ ബാധകമായിരിക്കില്ല. സ്ഥാനാർത്ഥികൾക്ക് ചിലവഴിക്കാൻ കഴിയുന്ന തുകയുടെ വിശദാംശങ്ങളും കമ്മീഷൻ പ്രഖ്യാപിച്ചു. നോമിനേഷൻ കൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് തുക ഗ്രാമപഞ്ചായത്ത് 1000 ബ്ലോക്ക് പഞ്ചായത്ത് 2000, ജില്ലാ പഞ്ചായത്ത് 3000, മുനിസിപ്പാലിറ്റി 2000, മുനിസിപ്പൽ കോർപ്പറേഷൻ 3000. പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെട്ട സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവയ്ക്കേണ്ട തുക ഇതിൻ്റെ 50% മാത്രമായിരിക്കും. ചെലവഴിക്കാവുന്ന തുക ഗ്രാമപഞ്ചായത്ത് 10,000, ബ്ലോക്ക് പഞ്ചായത്ത് 30,000, ജില്ലാ പഞ്ചായത്ത് 60,000, മുനിസിപ്പാലിറ്റി 30,000, മുനിസിപ്പൽ കോർപ്പറേഷൻ 60,000. ഇന്നു മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി കമ്മീഷൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനായി IAS ഉദ്യോഗസ്ഥരെ നിരീക്ഷകരായി നിയമിക്കും. കേരള പോലീസിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള സേനയും ചേർന്നാണ് സുരക്ഷ ഒരുക്കുക. ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും പൂർത്തീകരിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ഫ്ലക്സ് ഉപയോഗിക്കരുതെന്നും കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികളോട് അഭ്യർത്ഥിച്ചു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. എല്ലാ പാർട്ടികളോടും സമദൂരം പാലിക്കുമെന്നും വിശാല ഹിന്ദു ഐക്യത്തിന് ഇല്ലെന്നും പ്രഖ്യാപിച്ച് NSS. എന്നാൽ കേരളം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതേസമയം മൂന്നാം മുന്നണിയെ അനുകൂലിക്കുന്ന VSDPയുമായി V. മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് മൂന്നാം മുന്നണി ചർച്ചകൾ സജീവമാകുമ്പോഴാണ് സാമുദായിക സംഘടനകൾ നിലപാടുമായി രംഗത്തെത്തുന്നത്. NSSന് രാഷ്ട്രീയമില്ലെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. എല്ലാ പാർട്ടികളോടും സമദൂരം പാലിക്കുമെന്നും വിശാല ഹിന്ദു ഐക്യത്തിനില്ലെന്നും NSS വ്യക്തമാക്കി. അതേസമയം മൂന്നാം മുന്നണിയെ അനുകൂലിക്കുന്ന VSDPയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. BJPയെ എതിർക്കേണ്ട എന്ന നിലപാടിലാണ് VSDP. അവഗണിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സമുദായങ്ങളെയും കൂടെ നിർത്തുമെന്ന് മുരളീധരൻ പറഞ്ഞു. എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യും. അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. കാരണം ഇത്രയും കാലം അവരെ അടിച്ചമർത്തിയത് കോൺഗ്രസും CPM-ഉമാണ്. എന്നാൽ കേരള രാഷ്ട്രീയം വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്നും ജനങ്ങൾ ഈ നീക്കം തള്ളിക്കളയുമെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതേസമയം SNDP BJP ബാന്ധവത്തിൽ BJPക്കുള്ളിലും SNDP ഭാരവാഹികൾക്കിടയിലും ഈഴവ സമുദായത്തിലും രൂക്ഷമായ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കത്തിനെതിരെ BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായ അതൃപ്തി പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മൂന്നാം മുന്നണി നീക്കം വലിയ ചരടുവലികൾക്കാകും സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തനിക്കെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കള്ളത്തരം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി അതെ 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 അതിന് അദ്ദേഹത്തിനെല്ലാം കഴിയുമല്ലോ ഇങ്ങനെ പറയാൻ. അതെല്ലാം കേട്ട് ജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ഏതായാലും ഈ പണം SN കോളേജിൽ നിന്ന് അഴിമതിയായിട്ട് പിന്നെ അധ്യാപക നിയമനത്തിലും മറ്റും വാങ്ങിയിട്ടുള്ള പണത്തെ സംബന്ധിച്ചുള്ള കണക്ക് ജനങ്ങൾക്ക് അറിഞ്ഞേ മതിയാവും. ഉമ്മൻചാണ്ടി ഹിന്ദു നാടാർമാരെ ക്രിസ്ത്യൻ നാടാർമാരാക്കി മാറ്റിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നെയ്യാറ്റിൻകരയിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തതെന്നും CPM-നോട് SNDPക്ക് അയിത്തമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നമ്മളെല്ലാം ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മളെല്ലാം എവിടെ പോകണം? വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും കയറി ഇറങ്ങി നടക്കണ്ടേ? വേണ്ട. ഈയിടെ തന്നെ ചെയ്ത ഈ കഴിഞ്ഞ
തെരഞ്ഞെടുപ്പിന് മുമ്പ് നെയ്യാറ്റിൻകര ചെയ്ത പണി എന്താണ്? നമ്മുടെ സമുദായത്തെ എല്ലാം കൺവെർട്ട് ചെയ്തില്ലേ? ഒരു ഉത്തരവ് കൊടുത്തു സർക്കാർ. അവിടുത്തെ ബിഷപ്പ് തിരുമേനിക്ക് ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം കൊടുത്തു. ആര്? ഉമ്മൻചാണ്ടിയാണ് കൊടുത്തത്. അതായിരുന്നു അന്നത്തെ സെറ്റിൽമെൻറ്റ്. അതോടുകൂടി ഹിന്ദു നാടാരെല്ലാം ഇന്നിപ്പോൾ ക്രിസ്ത്യൻ നാടാരായി മാറി. കാരണം 4% എക്സ്ട്രാ അവർക്ക് സംവരണം കിട്ടുമെന്ന നിലയിൽ. മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലിം രാജിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിലാണ് പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനും സർക്കാർ ഉത്തരവ് നൽകി. കേസിൽ 3 കുറ്റപത്രമാണ് CBI സമർപ്പിച്ചിട്ടുള്ളത്. 12 കുറ്റപത്രങ്ങൾ കൂടി CBI തുടർന്ന് സമർപ്പിക്കും. മലപ്പുറം മുന്നിയൂർ ഹൈസ്കൂൾ അധ്യാപകൻ KK അനീഷിന്റെ ആത്മഹത്യാ കേസിൽ സ്കൂൾ മാനേജർ VP സെയ്തലവി അറസ്റ്റിൽ. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ പാലക്കാട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. കേസിലെ മറ്റൊരു പ്രതി ഹൈദർ K മുനീറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി നഴ്സിംഗ് വിദ്യാർത്ഥിനി ജീവനൊടുക്കി. എറണാകുളം ലിസി ആശുപത്രിയിലെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ധന്യ ഡേവിഡാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത്. പ്രൊജക്ട് സമയത്തിന് സമർപ്പിക്കാൻ കഴിയാത്തതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സോറി പപ്പ, സോറി മമ്മ എന്ന് കുട്ടി കയ്യിൽ എഴുതി വെച്ചിരുന്നു. മൃതദേഹം ലിസി ആശുപത്രി മോർച്ചറിയിലാണ്. നാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനോട് തനിക്ക് എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എന്നാൽ യുവാക്കളുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനാൽ ഇത് നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. 25 ലക്ഷം യുവാക്കളുടെ പ്രതിഷേധം കാണാതിരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആലുവയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു വർഷം നമ്മുടെ സംസ്ഥാന സർവീസിൽ അധ്യാപകരടക്കം റിട്ടയർ ചെയ്യുന്നത് 25,000 പേരാണ്. 25,000 പേരേ ഉള്ളൂ. അപ്പം പെൻഷൻ പ്രായം ഒരു വർഷം കൂട്ടിയാൽ 25,000 പേരുടെ നിയമനം ഒരു വർഷത്തേക്ക് വൈകും. അതാണ് പ്രശ്നം. പക്ഷേ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ 1,00,000 ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുക. ആ ലിസ്റ്റിലുള്ള 25 ലക്ഷം പേരും ധരിക്കുന്നത് പെൻഷൻ പ്രായം കൂട്ടിയതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് നിയമനം കിട്ടാത്തതാണ്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത തോട്ടം തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം 6ാം ദിവസത്തിലാണ്. സംസ്ഥാനത്തുടനീളം 3.5 ലക്ഷത്തോളം തൊഴിലാളികളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. മൂന്നാറിൽ ട്രേഡ് യൂണിയന്റെ അനിശ്ചിതകാല നിരാഹാര രാപ്പകൽ സമരവും പുരോഗമിക്കുന്നു. പെൺപിള്ളെ ഒരുമയിലെ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മൂന്നാറിൽ PLC പരാജയമായിരുന്നുവെന്നും സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആനത്തലവട്ടം ആനന്ദൻ. അതേസമയം തോട്ടം തൊഴിലാളികളുടെ സമരത്തിൽ കമ്പനി മുതലാളിമാരുടെ നിലപാട് സ്വീകരിക്കാതെ തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് KP രാജേന്ദ്രൻ പറഞ്ഞു. തിങ്കളാഴ്ചത്തെ PLC യോഗത്തിൽ തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കണമെന്നും അദ്ദേഹം മൂന്നാറിൽ പറഞ്ഞു. കൊല്ലം അമ്പനാട് എസ്റ്റേറ്റിലെ സമരം 17ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമരത്തിന്റെ ഭാഗമായി തോട്ടം തൊഴിലാളികൾ പുനലൂർ തിരുമംഗലം ദേശീയപാത ഉപരോധിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി നേതാക്കൾ ഇന്ന് സമരസ്ഥലത്തെത്തി.